نحمد الله ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. الحمد لله الذي خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وأتم علينا بنعمة منهاج شرع حيث قال اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وخير الأمور عوازمها وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهو الذي خلق من الماء بشرا فجعله نسبا وصهرا وكان ربك قديرا. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين. എത്രയും ബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, നാഥൻ സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് പൂർണ്ണമായും തഖ്വയിലധിഷ്ഠിതമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കണമെന്ന് ആദ്യമായി എന്നോട് തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള വീഴ്ചകൾ പടച്ച റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ പ്രവാചകന്മാർക്കൊപ്പം, സ്വഹാബത്തുകൾക്കൊപ്പം, പണ്ഡിതന്മാർക്കും പരിഷ്കർത്താക്കൾക്കുമൊപ്പം നാളെ അവൻ നമ്മയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ 1-2 ഖുതുബകളിലായിട്ട് കുടുംബ ബന്ധത്തിന്റെ സവിശേഷതയും ആ ഒരു ബന്ധം നിലനിർത്തേണ്ടതിന്റെ അനിവാര്യതയും ഒക്കെയാണ് നമ്മൾ സംസാരിച്ചത്. സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാന യൂണിറ്റായ കുടുംബം, അത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പാലിക്കേണ്ടുന്ന മര്യാദകൾ, സ്വീകരിക്കേണ്ടുന്ന നടപടികൾ അതൊരൽപ്പം കൂടി ഗൗരവത്തിലെടുക്കേണ്ടുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കുടുംബം സന്തോഷമുള്ളതായി മാറുവാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതിനു വേണ്ടിയിട്ട് മേഖലകളാണ് നമ്മൾ പരിഷ്കരിക്കേണ്ടത്, എവിടെയൊക്കെയാണ് ഒന്നുകൂടി വിചിന്തനം ചെയ്യേണ്ടത് എന്നുള്ള 1-2 സംഗതികൾ കഴിഞ്ഞ ഖുതുബകളിലായി കടന്നു വന്നു. മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് കുടുംബ ബന്ധം നിലനിൽക്കുക എന്നുള്ളത്. കുട്ടികൾ മുതൽ യുവാക്കൾ മുതൽ വൃദ്ധരും അതുപോലെ വിദ്യാർത്ഥികളും വിധവകളും അങ്ങനെ തുടങ്ങി സമൂഹത്തിലെ എല്ലാ വ്യക്തികൾക്കും ഒരേപോലെ മാനസികമായ സന്തോഷവും സമാധാനവും വിശാലതയും ഒക്കെ പ്രദാനം ചെയ്യുന്നതിൽ കുടുംബത്തിനുള്ള പങ്ക് നിസ്സാരമല്ല. പരിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായിട്ട് കുടുംബ ബന്ധം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയും ആ കുടുംബ ബന്ധം നശിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ഫസാദുകളെ പറ്റിയും ഒക്കെയും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കുടുംബ ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് സമൂഹത്തിലെ ഓരോ ആളുകളും പരിശ്രമിക്കേണ്ടത് അവന്റെ നിർബന്ധ ബാധ്യതയായി മാറുന്നത്. കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും അത് അവന്റെ ബാധ്യത കൂടിയായി മാറുകയാണ് ചെയ്യുന്നത്. പരസ്പര പെരുമാറ്റങ്ങള്, സംസാരങ്ങള്, ഇടപെടലുകള്, കുടുംബത്തിലെ ഓരോ വ്യക്തികളും തമ്മിലുള്ള പരസ്പര ബന്ധങ്ങള്, ഇതൊക്കെയും ആ ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നത് കാരണമായി മാറണം. ആ ബന്ധം തകരുന്നതിനോ ആ ബന്ധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിള്ളലുകൾ വീഴുന്നതിനോ കാരണം
നമ്മൾ തമ്മിലുള്ള കുടുംബ ബന്ധങ്ങൾ തമ്മിലുള്ള സംസാരങ്ങളോ പെരുമാറ്റങ്ങളോ ആയി മാറാൻ പാടില്ല എന്നതാണ്. മനുഷ്യന്മാർ തന്നെയും പരസ്പരം എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത് എന്നതിനെ പറ്റിയിട്ട് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ആദരിക്കപ്പെട്ട മറ്റ് സൃഷ്ടിജാലങ്ങളിൽ നോക്കുകയും പ്രത്യേകം റബ്ബിന്റെ തന്നെ സവിശേഷമായ ആദരവ് ഏറ്റുവാങ്ങി ഭൂമിയിലേക്ക് വന്ന സമൂഹമാണ് അല്ലെങ്കിൽ സൃഷ്ടി വിഭാഗമാണ് മനുഷ്യർ എന്ന് പറയുന്നത്. ആ മനുഷ്യർ തമ്മിലുള്ള ബന്ധം തന്നെ ഏത് രൂപത്തിലായിരിക്കണമെന്നത് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പടച്ചവനോട് അടുക്കുകയും പടപ്പുകളോട് അകലുകയും ചെയ്യുന്ന ഒരു അവസ്ഥ പലയിടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കലും ഒരു നല്ല വൃത്തിയുള്ള ഒരു ചായക്കടയാണ്. ആ ചായക്കടക്കാരൻ അവിടെ വരുന്ന ആളുകളോടൊക്കെ വളരെ മാന്യമായി പെരുമാറുകയും വളരെ മനോഹരമായി ആ വരുന്ന ആളുകളോടൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ആളുകൾക്ക് അവരുടെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് അവരുടെ ഫ്രീ ടൈമിന്റെ 1% സമയം അവർ ചിലവഴിക്കുക ആ ചായക്കടയിലാണ്. ആളുകൾ ആ കടയിലേക്ക് വരുന്നു. ഇദ്ദേഹത്തിന്റെ പെരുമാറ്റം അവർക്കൊക്കെയും ഇഷ്ടമാണ്. നല്ല വൃത്തിയുള്ള കടയാണ്. ആളുകളോട് ഓപ്പണായി സംസാരിക്കുകയും സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നതിൽ അദ്ദേഹം എന്നും മുന്നിലാണ്. പക്ഷെ പതിയെ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ആളുകളിൽ നിന്നും ഒന്ന് ഉൾവലിയാൻ തുടങ്ങി. കടയ്ക്ക് മുമ്പുണ്ടായിരുന്ന പോലൊരു വൃത്തി ഇല്ലാണ്ടായി. ഏതോ അർത്ഥത്തിൽ ആരോടും അങ്ങനെ അധികം സംസാരിക്കാണ്ട് വന്നു. കടയിൽ ആള് കുറഞ്ഞു വന്നു. പതിയെ കടയിൽ ആരും വരാണ്ടായി. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് അദ്ദേഹത്തോട് പോയി ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയത്? എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോളൂ, നമുക്ക് പരിഹരിക്കാൻ ശ്രമിക്കാം. ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാൻ രക്ഷിതാവിനോട്, ഞാൻ ദൈവത്തോട് കുറച്ച് അടുക്കാൻ തീരുമാനിച്ചു. ഞാൻ കുറച്ച് ദീനീബോധം കൈമുതലാക്കി. ഞാൻ എൻ്റെ ദൈവത്തോട് കുറച്ച് അടുക്കാൻ തീരുമാനിച്ചു. സമൂഹത്തിൽ പലപ്പോഴും കണ്ടുവരുന്ന ഒരു അപകടം ഇതാണ്. മനുഷ്യന്മാരോട് അകലുകയാണ് ഒരു വ്യക്തി തന്റെ റബ്ബിനോട് അടുക്കുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പരിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തുന്നുണ്ട്, പരസ്പരം വ്യക്തികൾ തമ്മിലുള്ള ബന്ധം അത് നശിക്കുന്നിടത്ത് അവനും അവന്റെ രക്ഷിതാവും തമ്മിലുള്ള ബന്ധം നശിക്കും. കേരളത്തിലാണെങ്കിലും മറിച്ച് ആഗോളതലത്തിൽ തന്നെ ഇസ്ലാമിനെതിരെയുള്ള പ്രൊപ്പഗണ്ടകളും ഇസ്ലാമിനെതിരെയുള്ള ഐഡിയോളജികളും ഒന്നും ഒരു പരിധിക്കപ്പുറം വിജയിക്കാണ്ട് പോകുന്നതിന്റെയൊക്കെ കാരണം ഈ പരസ്പര ബന്ധം മുസ്ലിങ്ങളും അതുപോലെ ഈ മുസ്ലിം സമുദായത്തിലെ മനുഷ്യന്മാർ തമ്മിലുള്ള പരസ്പര ബന്ധം നിലനിൽക്കുന്നു എന്നിടത്താണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ ആളുകൾ തമ്മിലുള്ള പരസ്പര ബന്ധം എവിടെ തകരുന്നുവോ അവിടെ ആ മനുഷ്യനും തമ്മിലുള്ള ബന്ധം നശിക്കുന്നിടത്ത് പടപ്പുകളിൽ നിന്നും അടുക്കുകയും പടച്ചവനിലേക്ക് അടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അവന്റെ ഈമാനിൽ എവിടെയൊക്കെയോ കുറവ് വരുന്നുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് തന്റെ റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുക്കാനും എങ്ങനെയാണ് അതേ വ്യക്തിക്ക് തന്നെ തന്റെ മറ്റ് സഹോദരങ്ങളോട് അകലുവാനും സാധിക്കുക? ഇദ്ദേഹത്തിന് സംഭവിച്ചതുപോലെ അങ്ങനെ ആ ഒരു ബന്ധത്തെ പറ്റിയല്ല പരിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തും. നമുക്കൊക്കെയും സ്വലാത്ത് എന്നുള്ള പദം നമുക്കൊക്കെയും പരിചയമുണ്ട്. സ്വലാത്ത് എന്ന് പറഞ്ഞാലും മനുഷ്യനും തമ്മിലുള്ള അള്ളാഹുവും അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്നതിന് നമ്മൾ പ്രയോഗിക്കുന്ന പദമാണ് സ്വലാത്ത്. അതിനു വേണ്ടിയിട്ട് 5 നേരവും നമ്മൾ നിസ്കരിക്കാറുണ്ട്. ആ നിസ്കാരത്തിനെയാണ് നമ്മൾ സ്വലാത്ത് എന്ന് പറയാം. അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധം. അതേ പദം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് സ്വിലത്ത് എന്നുള്ള ഒരു പദവും അറബി ഭാഷയിലുള്ളത്. മനുഷ്യന്മാർ തമ്മിലുള്ള പരസ്പര ബന്ധത്തിനെയാണ് സ്വിലത്ത് എന്ന് പറയുന്നത്. മനുഷ്യന്മാർ തമ്മിൽ പരസ്പരം ബന്ധപ്പെടുന്നതിനെ സ്വിലത്തെന്നും അള്ളാഹുവും മനുഷ്യനും തമ്മിൽ ബന്ധപ്പെടുന്നതിനെയും അതേ പദം ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്വലാത്ത് എന്നും പറയുന്നുവെങ്കിൽ ബന്ധം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഇസ്ലാം ഒരു പടി കൂടി മുകളിൽ നിന്നുകൊണ്ട് കുറച്ചല്പം ഗൗരവത്തോടു കൂടി കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. മാതാപിതാക്കളോടുള്ള ബന്ധം എങ്ങനെയാകണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. തുടങ്ങുന്ന ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. അവർക്ക് നീ കാരുണ്യത്തിന്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കണം. യാതൊരു നിലയ്ക്കും അവരോട് മോശമായി സംസാരിക്കരുത്. നിന്റെ ആശയങ്ങളോടും നിന്റെ ഐഡിയോളജികളോടും ഒക്കെ ഒരു പരിധി കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് വെറുപ്പുണ്ടാകും, മാതാപിതാക്കൾക്ക് എതിർപ്പുണ്ടാകും. പക്ഷെ അവരോട് ചെയ്യുന്ന പോലും പറയാണ്ട്, അവരുടെ മനസ്സ് വിഷമിപ്പിക്കാണ്ട് അവരോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറാൻ നിനക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുന്നിടത്താണ് മാതാപിതാക്കളും നീയും തമ്മിലുള്ള ബന്ധം നിലനിൽക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്.
അതുപോലെ തന്നെയാണ് നമ്മൾ പൊതുവെ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയുണ്ട്, വലതുൻ സ്വാലിഹുൻ യദഉ ലഹു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന് ബാക്കിയാകുന്ന 3 സമ്പത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഉത്തമ സന്താനങ്ങൾ എന്നുള്ളതാണ്. ഒരർത്ഥത്തിൽ നമ്മൾ ഈ ഒരു പ്രാർത്ഥനയുടെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ മാതാപിതാക്കളെ ഏൽപ്പിക്കാം. ഒരു വലതുൻ സ്വാലിഹുൻ ആയ ഒരു മകനെ സംരക്ഷിക്കുന്നതിൽ, അങ്ങനെ ഒരു വാർത്തെടുക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഒരു മകൻ അല്ലെങ്കിൽ ഒരു മാതാപിതാക്കൾ എന്ന നിലയിലാണ് കൊടുക്കുക. പക്ഷെ അതിനപ്പുറം ഒന്നുകൂടി നമ്മൾ ആ ദുആയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഞാൻ വലതുൻ സ്വാലിഹുൻ ആണോ, എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ മാത്രമാണ് ഞാൻ വലതുൻ സ്വാലിഹുൻ എന്ന ഒരു തലത്തിലേക്ക് ഞാൻ ഉയരുക എന്നുള്ളത്. അപ്പൊ ഇത് മാതാപിതാക്കൾ അതിനു വേണ്ടുന്ന ശിക്ഷണങ്ങളും സംസ്കാര സമ്പന്നരാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളും നടത്തുന്നതോടൊപ്പം തന്നെ നമ്മൾ എത്രത്തോളം വലതുൻ സ്വാലിഹുൻ ആകുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ഈ അർത്ഥത്തിൽ ആ കുടുംബത്തിന്റെ ഭദ്രത, കെട്ടുറപ്പ് സംരക്ഷിക്കുന്നതിന് ബാധ്യസ്ഥരാണ് എന്നുള്ളത്. മാതാപിതാക്കള് മക്കളെ സംസ്കാര സമ്പന്നരാക്കാൻ പരിശ്രമിക്കുന്നു. ആ മക്കള് അതേ സംസ്കാരത്തിൽ തന്നെ നിലനിൽക്കുവാനും തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും ഒക്കെയും നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മാതാപിതാക്കളോട്, ശേഷം നമ്മുടെ ഇണകളോട്, നമ്മുടെ ഭാര്യയോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു, അവരുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുന്നിടത്ത്, അവരെ സംരക്ഷിക്കുന്നിടത്ത്, അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നിടത്ത്, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നിടത്ത് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. 4 ആൾ കൂടുന്നിടത്ത് നമ്മൾ നമ്മുടെ ഭാര്യയെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇടയ്ക്ക് ഒരു യുവാവിന്റെ, ഒരു ഭർത്താവിന്റെ അനുഭവക്കുറിപ്പ് അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ഒരിക്കല് ഭാര്യ എന്നോട് വന്ന് ചോദിച്ചു, ചേട്ടാ, ഒരു ഭാര്യക്ക് തന്നെ ഭർത്താവിൽ നിന്നും ഏറ്റവും കൂടുതലും അവൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? ഭർത്താവ് നിന്റെ ഉത്തരങ്ങളൊക്കെ പറഞ്ഞു. അതൊന്നുമല്ല എന്നതായിരുന്നു മറുപടി. ഇതിന് ഉത്തരം കണ്ടുപിടിച്ചു വന്നാൽ സമ്മാനമുണ്ട് എന്ന് മറുപടിയും കൊടുത്തു. 1-2 ദിവസം, അപ്പോ എങ്കിലും എനിക്ക് ഒരു ദിവസം സമയം നീട്ടി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ സമയവും നീട്ടിക്കൊടുത്തു. പലയിടത്തുനിന്നും ചോദിച്ച് പല ഉത്തരങ്ങളും കിട്ടി. ഭാര്യയോട് വന്ന് പറയുമ്പോ ഭാര്യ ഇതൊന്നുമല്ല എന്ന് പറഞ്ഞ് മറുപടി പറയും. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്കൊരല്പം ദേഷ്യം വന്ന് ഞാൻ ഭാര്യയോട് കുറച്ചധികം കയർത്തു സംസാരിച്ചു. ഇതൊന്നുമല്ലെങ്കിൽ പിന്നെ എന്താ? ഇപ്പൊ ഭാര്യ ഒരു ക്ലൂ തന്നു. 2 ദിവസം നമ്മുടെ വീട്ടിലെ പുരുഷന്മാർ അവരുടെ ഭാര്യമാരോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടും. 2 ദിവസം അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ 2 ദിവസം അതീവ സൂക്ഷ്മതയോടുകൂടി എന്റെ വീട്ടിലെ ഓരോ പെരുമാറ്റങ്ങളും ശ്രദ്ധിച്ചു. സ്ത്രീവിരുദ്ധമായി എന്തെങ്കിലും അതിൽ കടന്നു വരുന്നുണ്ടോ എന്ന് നോക്കി. അങ്ങനെയൊന്നും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഞാൻ ഭാര്യയോട് പോയി ചോദിച്ചു. ഭാര്യ ഒരല്പം പരിഹാസത്തോടും ഭാര്യയുടെ മുന്നിൽ തോറ്റതിന്റെ നിരാശയിലും ഞാൻ നിൽക്കുമ്പോൾ ഭാര്യ എന്നോട് വീണ്ടും 1-2 കുളുകൾ പറയാൻ തുടങ്ങി. പക്ഷെ ഭാര്യയുടെ മുന്നിൽ തോറ്റതിന്റെ ഈഗോയിൽ ഞാൻ ഒന്നുകൂടി കയർത്തു സംസാരിച്ചു. നീ ആരാ? PSC ചെയർമാനോ? എനിക്ക് എന്നെ ചോദ്യം ചെയ്യാൻ? അപ്പോ ഭാര്യ പറഞ്ഞു, അതാ നിങ്ങൾ വീണ്ടും അത് ആവർത്തിച്ചു. അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, എന്താവർത്തിച്ചു എന്നാ? ഈ വീട്ടിലെല്ലാവരും അവരുടെ ഭാര്യമാരോട് വളരെ മാന്യമായിട്ടാണ് പെരുമാറുന്നത്. അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട സംഗതികൾ പൂർത്തീകരിച്ചു തരുന്നുണ്ട്. നിങ്ങളെ പുറത്തു കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം എത്ര മോശമാണെങ്കിലും ഒന്നും പറയാണ്ട് ഞങ്ങളത് കഴിക്കുന്നുണ്ട്. എന്നിട്ടും ഇനി എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നിടത്ത് നിങ്ങളോട് ഞങ്ങൾ അഭിപ്രായം ചോദിക്കാറുണ്ട്. ഇനിയും എന്താ? ഭാര്യ മറുപടി പറഞ്ഞു, ഇതൊക്കെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെ. ഇതിനൊക്കെ അപ്പുറം 4 ആൾ കൂടുന്നിടത്ത് വീട്ടിൽ അതിഥികൾ വരുമ്പോ ഒരു യജമാനന്റെ ഭാഷയിൽ താങ്കൾ ഞങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങളുടെ ഈ വീട്ടിലെ പുരുഷന്മാർ ഞങ്ങളോട് സംസാരിക്കുന്നത് ഞങ്ങളിൽ അരോചകത ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഭാര്യ ഭർത്താവിൽ നിന്നും ഏറ്റവും കൂടുതലും ആഗ്രഹിക്കുന്നത് റെസ്പെക്റ്റ് ആണ് എന്ന് അവര് മറുപടി പറയാണ്. വീട്ടിലെ ആളുകൾ വരുമ്പോ, ഗസ്റ്റ് വരുമ്പോ ഒരു യജമാനന്റെ ഭാഷയിൽ നിന്നുകൊണ്ട്, എടിയെ ആ ചായ എടുക്ക്, ചോറിട്ട്, വെള്ളമില്ല മോട്ടറിട്, കുട്ടി മൂത്രമൊഴിച്ചു വൃത്തിയാക്ക് എന്ന് തുടങ്ങുന്ന വാക്കുകൾ നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ
ഞങ്ങൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസം നിങ്ങൾ ആലോചിക്കാറുണ്ടോ? വീട്ടിലേക്ക് പോകുമ്പോൾ സ്വന്തം അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും വാങ്ങിക്കൊണ്ടു പോകാനോ അവരുടെ കയ്യിൽ വെച്ചു കൊടുക്കാനോ ഒരൽപ്പം സംഖ്യയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു യാചകനെ പോലെ വന്നു നിൽക്കേണ്ടി വരുമ്പോൾ നിങ്ങളുടെ എല്ലാവിധ ന്യായീകരണങ്ങളും കുറ്റപ്പെടുത്തലുകളും കേട്ടിട്ടും കൈനീട്ടി അത് വാങ്ങിക്കുമ്പോൾ ഞങ്ങളുടെ മുഖം നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? വിളറി വെളുത്ത് നാണം കെട്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് റെസ്പെക്റ്റ് ആണ്. ആ യുവാവ് അവസാനം കുറിക്കുന്നുണ്ട്, ഞാൻ എന്റെ പെരുമാറ്റം ഒന്നുകൂടി ആത്മവിചാരണ ചെയ്യാൻ തീരുമാനിച്ചു. എന്റെ ഭാര്യയോട് എന്റെ ഭാര്യയെ ഒന്നുകൂടി ഞാൻ അടുത്തറിയാൻ തീരുമാനിച്ചു. അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ അവർ ആവശ്യങ്ങളായി മാറുന്നതിന് മുമ്പേ തന്നെ ഞാൻ അത് പൂർത്തീകരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അടുക്കളയിൽ ചെന്ന് ആവശ്യങ്ങൾ പറഞ്ഞ് തിരിച്ചു പോകുന്നതിന് പകരം അവരുടെ കൂടെ നിൽക്കാൻ ഞാൻ പഠിച്ചു. അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്നും അവർ എന്താകാനാണ് ആഗ്രഹിക്കുന്നതെന്നും ഒക്കെ പഠിക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്തെന്നില്ലാത്തൊരു സന്തോഷം എന്റെ കുടുംബത്തിൽ വന്നു തുടങ്ങി. എന്റെ മക്കള് എന്തെന്നില്ലാണ്ട് സന്തോഷിക്കാൻ തുടങ്ങി. ഈ ഒരു റെസ്പെക്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഭാര്യമാർക്ക് മാത്രമല്ല, നമ്മുടെ മക്കൾക്കും ഈ ഒരു റെസ്പെക്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഭാര്യമാരോട് നമ്മൾ കാണിക്കുന്ന റെസ്പെക്ട്, നമ്മുടെ ഭർത്താക്കന്മാരോട് നമ്മൾ കാണിക്കുന്ന റെസ്പെക്ട്, അത് കണ്ട് നമ്മുടെ മക്കൾ വളരണം. അവരവരുടെ ജീവിതത്തിൽ ഈ ഒരു റെസ്പെക്ട്, ഈ ഒരു പരസ്പര ബഹുമാനവും സ്നേഹവും ഒക്കെ അവരുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയും ശേഷം അത് ബാക്കിയുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറണം. അങ്ങനെ സംഭവിക്കാണ്ടിരിക്കുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകും. അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ പലയിടങ്ങളിലായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത്. നിങ്ങൾ ഏത് രൂപത്തിലാണോ ഉള്ളത്, ലിബാസ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ വസ്ത്രം എന്ന അർത്ഥം. വസ്ത്രം അലങ്കാരമാണ്. വസ്ത്രം ന്യൂനതകൾ മറച്ചു വെക്കലാണ്. വസ്ത്രം ശരീരത്തിന് സംരക്ഷണം നൽകലാണ്. വസ്ത്രം പ്രതികൂല സാഹചര്യത്തിലും നമ്മെ സംരക്ഷിച്ചു നിർത്തുകയാണ് വസ്ത്രം ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മാന്യത പുറത്തു കാണിക്കലാണ് വസ്ത്രം. നമ്മുടെ അഭിമാനം സംരക്ഷിക്കലാണ് വസ്ത്രം. ഇതാണ് പരിശുദ്ധ ഇസ്ലാം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിനെയും പരിചയപ്പെടുത്തുന്നത്. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. നിങ്ങൾ അവർക്കും വസ്ത്രമാകണം, അവർ നിങ്ങൾക്കും വസ്ത്രമാകണം. അങ്ങനെ പരസ്പരം വസ്ത്രമായി ജീവിക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ സ്നേഹം ഉണ്ടാകും, പരസ്പരം മനസ്സിലാക്കലുകൾ ഉണ്ടാകും, അവർക്കിടയിൽ പരസ്പരം റെസ്പെക്ട് ഉണ്ടാകും. അവരിൽ നിന്നും വളർന്നു വരുന്ന മക്കളിൽ ഇത് പ്രകടമായി കാണാൻ സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ടാണ് വലഖദ് കറംനാ ബനി ആദം എന്നും പഠിപ്പിച്ച പടച്ചവൻ ആദം മുഴുവനും ഞാൻ സംരക്ഷിച്ചു, ഞാൻ ആദരിച്ചിരിക്കുന്നു എന്ന് പഠിപ്പിച്ചവൻ ആദ്യമായി ആദനബിയെ സൃഷ്ടിച്ചതിനു ശേഷം ഈ ആദനബിക്ക് ഒരു സഹോദരനെയോ, ഈ ആദനബിക്ക് ഒരു സുഹൃത്തിനെയോ, ഈ ആദനബിക്ക് ഒരു അയൽക്കാരനെയോ ഒക്കെ നൽകുന്നതിന് പകരം ആദ്യമായി ആദനബിക്ക് ഒരു ഇണയെ നൽകുന്നത്. എന്ന് പറഞ്ഞാൽ ആദരവിന്റെ ആദ്യ പാഠങ്ങൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ആരംഭിക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഒരു മനുഷ്യനെ ആദരിക്കുന്നത് എങ്ങനെയാണ്, ഒരു മനുഷ്യനെ ബഹുമാനിക്കുന്നത് എങ്ങനെയാണ് എന്ന് തുടങ്ങുന്ന പാഠങ്ങൾ ഒരു മനുഷ്യൻ പഠിക്കേണ്ടത് അവന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ വേണം എന്നതുകൊണ്ടാണ് ഈ ഒരു പരസ്പരം മനസ്സിലാക്കൽ വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഒരു ഇശാനസ്കാര സമയമൊക്കെ കഴിഞ്ഞ് മക്കളും ഉപ്പയും ഒക്കെ പള്ളിയിൽ നിന്നും വീട്ടിലേക്ക് വന്ന് ഭക്ഷണം കഴിക്കാനായിരിക്കുകയാണ്. അപ്പോ ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. ആ ഉമ്മ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി. ആദ്യ ഉരുള കഴിച്ചപ്പോൾ തന്നെ മകൻ ഉപ്പാനെ ഒന്ന് നോക്കി. ഉപ്പാക്ക് കാര്യം മനസ്സിലായി. ഭക്ഷണത്തിൽ തീരെ ഉപ്പില്ല. ഉച്ചയ്ക്ക് അതിഥികൾ ഉണ്ടായിരുന്നു വീട്ടില്. രാത്രിയിലേക്ക് കൂടി കരുതി വെച്ച ഭക്ഷണം ഉച്ചയ്ക്ക് തന്നെ കഷ്ടിച്ചാണ് തികഞ്ഞത്. പക്ഷേ അതിന്റെ നോട്ടമാണ് ആ മകൻ നോക്കിയതെന്ന് തിരിച്ചറിഞ്ഞ ഉപ്പ ഭാര്യയോടായി പറഞ്ഞു, നീ നല്ല ക്ഷീണത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഉപ്പിടാൻ മറന്നുവല്ലേ. ഈ ഭർത്താവ് രാത്രിയിലേക്കുള്ള ഭക്ഷണം പുറത്തുനിന്ന് മേടിക്കാമെന്ന് പറഞ്ഞതാണ്. എന്നിട്ടും അത് വേണ്ട എന്ന് പറഞ്ഞ് അവർക്ക് എല്ലാവർക്കും വേണ്ടി അത്രയും ക്ഷീണിച്ച അവസ്ഥയിലും ഭക്ഷണം ഉണ്ടാക്കിയവരാണ് ആ ഉമ്മ. എന്നിട്ടും അപ്പോ അതിനിടയ്ക്ക് ഉപ്പ് ഇല്ലാണ്ടാവുക അല്ലെങ്കിൽ ഉപ്പിടാൻ മറക്കുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവിക. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ ഭർത്താവ് പറയുന്നത്, ഉപ്പിടാൻ മറന്നുവല്ലേ. നിന്റെ കാര്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു, ഞാനൊക്കെ ആയിരുന്നെങ്കിൽ എപ്പോഴേ പോയി കിടന്നേനെ. ഇത് കേട്ടപ്പോൾ തന്നെ മക്കളും
ഭക്ഷണത്തെ പറ്റി നല്ലത് പറയാൻ തുടങ്ങി. വേണ്ടി വന്നാൽ ഇതുപോലെ ഒരു ഭക്ഷണം ഇനിയും ഇത്ര തന്നെ വേറെയും ഉണ്ടാക്കാനുള്ള ഒരു ഊർജം ആ ഉമ്മാക്ക് കൈവന്നു എന്നുള്ളതാണ്. കഷ്ടപ്പെട്ടതിന്റെ ഒരു റിസൾട്ട് അവർക്ക് ലഭിച്ചു എന്ന രൂപത്തിൽ അവരെല്ലാവരും ഒരുമിച്ചിരുന്ന സന്തോഷത്തോടു കൂടി ബാക്കി ഭക്ഷണം പങ്കുവെച്ച് കഴിച്ചു. ഈ ഒരു പരസ്പരം മനസ്സിലാക്കൽ പുതുതലമുറയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അവിടെയാണ് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് ഈ പറഞ്ഞ രൂപത്തിലുള്ള റെസ്പെക്റ്റും ഈ പറഞ്ഞ രൂപത്തിൽ പരസ്പരം മനസ്സിലാക്കാനും ഇടപഴകാനുമുള്ള അവസരങ്ങൾ ഒരുക്കുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. സിലത്തുർ റഹ്മ നമ്മൾ ഗൗരവത്തിലെടുക്കണം. കുടുംബ ബന്ധങ്ങളെ സന്ദർശിക്കുന്നത് നമ്മൾ കുറച്ച് ഗൗരവത്തിലെടുക്കണം. അയൽക്കാരെ സന്ദർശിക്കണം. നമ്മുടെ ഗ്യാതറിങ്ങുകൾ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം. മക്കളില് ദയാബോധം വർദ്ധിപ്പിക്കണം. കുടുംബത്തില് പ്രയാസപ്പെടുന്ന ആളുകളെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ട ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് മക്കളിൽ ഒരു സിമ്പതി ബോധം, ഒരു എമ്പതി ബോധം അവരിൽ വളർത്തിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെയുള്ളിടത്താണ് കുടുംബം, നമ്മുടെ വീടകങ്ങൾ സ്വർഗമായി മാറുക. അങ്ങനെയുള്ളിടത്താണ് നമ്മുടെ മക്കള്, നമ്മുടെ വീട്, നമ്മുടെ എവിടെയൊക്കെ എന്തൊക്കെ മേഖലയിൽ പോയാലും നമ്മുടെ വീടിനെയോ വീട്ടുകാരെയോ മറന്ന് ഒരു തീരുമാനവും എടുക്കാത്തൊരവസ്ഥയിലേക്ക് അവർ മാറുക. അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് കൺകുളിർമയാകുന്ന മക്കളായി അവർ മാറുക. ആ കുടുംബ സംവിധാനം മനോഹരമാവുക. ഈ മനോഹരമായ കുടുംബ സംവിധാനത്തെ തകർക്കാനാണ് ശരിക്കും ആധുനിക ലിബറൽ സംവിധാനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലിബറലിസത്തിന്റെ എല്ലാ ഐഡിയോളജികളും, ലിബറലിസം മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ തിയറികളും വലിയൊരളവില് കുടുംബ സംവിധാനത്തിന്റെ എല്ലാ മേഖലകളെയും തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെയും അടിസ്ഥാനപരമായി സംഭവിക്കുന്നത് മനുഷ്യരിലെ മോഡസ്റ്റി, മനുഷ്യരിലെ ലജ്ജാബോധം നശിക്കുന്നു എന്നുള്ളതാണ്. ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈനിലായിട്ടാണെങ്കിലും ഒക്കെയും തന്റെ സ്വകാര്യതകൾ പോലും വെളിവാക്കുവാൻ യാതൊരുവിധ മടിയുമില്ലാത്തൊരവസ്ഥയിലേക്ക് ഒരു സംഘം തലമുറ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിക്കും ഇക്വാളിറ്റിയും ഫ്രീഡം എന്നൊക്കെ പറയുന്നത് ഇസ്ലാമിന്റെ തന്നെ മൂല്യങ്ങൾ തന്നെയാണ്. പക്ഷെ സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടോ അനാവശ്യമായ ഐഡിയോളജികൾ പറഞ്ഞുകൊണ്ടോ ഒന്നുമല്ല ആ മൂല്യത്തെ നമ്മൾ നടപ്പിൽ വരുത്തേണ്ടത് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ കുടുംബ സംവിധാനമൊക്കെ രൂപീകരിച്ചു വെച്ചത് ഏതോ കാലത്ത് ഏതൊക്കെയോ മനുഷ്യന്മാർ ചേർന്നിട്ടല്ല. ഇതൊക്കെയും ദൈവം തന്നെ, പടച്ച റബ്ബ് തന്നെ സംവിധാനിച്ചത് തന്നെയാണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഖുർആൻ ഞാൻ മുമ്പ് ഓതി വെച്ച ആയത്തിലും വെള്ളത്തിൽ നിന്നും എല്ലാ മനുഷ്യരെയും പടച്ചവൻ സൃഷ്ടിച്ചു. ഫജഅലഹു നസബൻ വസഹറ, അവൻ നിങ്ങൾക്ക് കുടുംബ ബന്ധവും രക്തബന്ധവും നൽകി. അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു എന്ന് പറഞ്ഞു വെച്ചതിന്റെയും കാരണം അതാണ്. ഇതൊക്കെയും ദൈവം സംവിധാനിച്ച ഒരു സംവിധാനമാണ്. അള്ളാഹുവിന്റെ തന്നെ സംവിധാനമാണ് ഈ കുടുംബ ബന്ധവും. അത് നിലനിർത്തേണ്ടത് വിശ്വാസിയുടെ ബാധ്യതയും. ഇത് ഏതോ കാലത്ത് കുറച്ച് മനുഷ്യന്മാർ ചേർന്ന് ഉണ്ടാക്കി വെച്ച ഒന്നല്ല എന്നതും നമുക്ക് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് മാറ്റിപ്പണിയാൻ ശ്രമിക്കുന്നിടത്താണ് ഫസാദ് ഉണ്ടാവുക. അത് മാറ്റിപ്പണിയാൻ ശ്രമിക്കുന്നിടത്താണ് ലിവിങ് ടുഗദറുകളും മൈ ബോഡി മൈ റൂൾ തിയറികളും ഒക്കെ വ്യാപകമാവുക. പക്ഷെ ഒരു കാലം വരുമ്പോ അങ്ങനെ കുമിളകൾ പോലെ നിർമ്മിച്ചു വെച്ച അത്തരം തിയറികളൊക്കെ തകർന്നടിയും എന്നുള്ളതും സത്യമാണ്. അങ്ങനെ വരുന്നിടത്താണ് ഇസ്ലാമിലെ സദാചാര മൂല്യങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടാകുന്നത്. ശരിക്കും ഇസ്ലാം സദാചാര ധാർമ്മിക മേഖലയിൽ ഇസ്ലാം വെക്കുന്ന അതിർവരമ്പുകൾക്കാണ് ഹയാ എന്ന് പറയുന്നത്, ലജ്ജ എന്ന് പറയുന്നത്. ധാർമ്മിക സദാചാര മേഖലകളിൽ ഇസ്ലാം വെക്കുന്ന അതിർവരമ്പുകൾ എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ കഴിയും. എല്ലാ മേഖലയിലും അതിർവരമ്പുകൾ നമുക്ക് കാണാൻ കഴിയും. പരമാവധി എല്ലാം ആസ്വദിക്കാനും എല്ലാം ഉപയോഗപ്പെടുത്താനുമുള്ള അനുവാദം ഇസ്ലാം മനുഷ്യർക്ക് നൽകുന്നതോടൊപ്പം തന്നെ ചെറിയ ചില പരിധികൾ മനുഷ്യർക്ക് വെക്കുന്നുണ്ട്. ആ പരിധി കഴിഞ്ഞു പോകരുത്. അതിനെയാണ് ഹദ് എന്ന് പറയുക. ആ ഹദ് നിങ്ങൾ അള്ളാഹുവിന്റെ പരിധികൾ ലംഘിക്കരുത്. ചില ലൈനുകൾ, ചില ക്രോസുകൾ, ചില ലിമിറ്റുകൾ അള്ളാഹു വെച്ചിട്ടുണ്ട്. ആ ലിമിറ്റ് നിങ്ങൾ ക്രോസ് ചെയ്യരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നതിന്റെയും കാരണം അതാണ്. നമുക്ക് മക്കൾക്ക് എന്തും പറഞ്ഞു കൊടുക്കാം, നമുക്ക് സെക്സ് എഡ്യൂക്കേഷൻ പറഞ്ഞു കൊടുക്കാം. പക്ഷെ അവരുടെ വളരെ കൃത്യമായിട്ട് തന്നെയും വ്യക്തമായിട്ട് തന്നെയും അത് പറയുകയാണ്. അവർക്ക് നമ്മളതൊക്കെയും പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ പ്രായം നമ്മൾ പരിഗണിക്കണം. അത് മനസ്സിലാക്കാനുള്ള അവരുടെ ശേഷി നമ്മൾ പരിഗണിക്കണം. നമ്മുടെ മക്കൾ ഈ പറഞ്ഞ രൂപത്തില് ലിബറലിസത്തിന്റെ പടുകുഴിയിലേക്ക് വീണു പോകുന്നുണ്ടോ എന്ന് നമ്മൾ നിരന്തരം അന്വേഷിച്ചു കൊണ്ടേയിരിക്കണം. ഈ ഒരു ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായമൊക്കെയും
വലിയൊരളവിൽ ഇത് ഏതൊക്കെയോ നിലയിൽ അവരിൽ കുത്തിവെക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മുമ്പ് പറഞ്ഞ പോലെ യുവാക്കളിലോ അല്ലെങ്കിൽ കുട്ടികളിലോ മാത്രം വരുന്ന സംഗതിയല്ല. ഒരു പടി കൂടി മുകളിൽ കടന്ന് വലിയൊരളവിൽ മുകളിലേക്ക് നിന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പ്രായമായ ആളുകളെ പോലും ഇത് കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. അവരുമായിട്ട് നിരന്തര ബന്ധം നമ്മൾ പുലർത്തണം. അവരുടെ പ്രായം പരിഗണിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ഓരോ പ്രായത്തിലും അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ പകർന്നു കൊടുക്കണം. ഒരിക്കലും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും, ഒരു വീഡിയോയാണ്. ആ വീഡിയോയില് ഒരു ചെറിയൊരു കുട്ടി KG-യിലോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോ ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി വന്ന് ഉമ്മാനോട് ആ കുട്ടിയുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട് എന്താണ് സെക്സ് എന്നുള്ളത്. ആ അമ്മ എന്തൊക്കെയോ മറുപടി പറഞ്ഞവരെ പോയി അച്ഛനോട് ചോദിക്കുമെന്ന് പറഞ്ഞ് ആ കുട്ടീനെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. കുട്ടി നേരെ വന്നിട്ട് അച്ഛനോടും കാര്യം ചോദിക്കുന്നുണ്ട്. അച്ഛൻ ഒന്ന് പിടിച്ചിരുത്തി ഒരല്പം മടിയോടെ, പക്ഷെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതിന്റെ അനാവശ്യമായ ആവശ്യത്തെ പറ്റിയൊക്കെ ചിന്തിച്ചുകൊണ്ട് ആ കുട്ടിക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നല്ല വിശദമായിട്ട് തന്നെ. പക്ഷെ ഒന്നും തിരിയാണ്ട് കുട്ടി നേരെ റൂമിൽ പോയിട്ട് ബാഗിൽ നിന്നും ഒരു ഫോം എടുത്തോണ്ട് വരികയാണ്. എന്നിട്ട് കാണിച്ചു കൊടുത്തു, ഇതിലുള്ള കോളം കാണിച്ചു കൊടുത്തു. ഇതെന്താണ്? ഇതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഒരു കുട്ടിക്ക് ഇത്തരം സംഗതികൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള കുട്ടിയുടെ ബോധത്തെ, ആ ഒരു ശേഷിയെ നമ്മൾ പരിഗണിക്കണം. ആ കുട്ടിയുടെ പ്രായത്തെ നമ്മൾ പരിഗണിക്കണം. ഇതൊക്കെയും പരിഗണിച്ചുകൊണ്ട് വേണം നമ്മൾ ഇതൊക്കെയും പറഞ്ഞു കൊടുക്കാൻ. പക്ഷെ ഈ ഒരു പുതുതലമുറയിൽ വലിയൊരളവിൽ ചെറിയ കുട്ടികളിൽ പോലും ഈ വിദ്യാഭ്യാസ മേഖല എന്ന പേരിൽ അവരിപ്പോ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ജെൻഡർ പൊളിറ്റിക്സ് ആണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് നമ്മുടെ മക്കളുമായിട്ട് നിരന്തര ബന്ധം നമുക്ക് ഉണ്ടാകണം എന്ന് ഞാൻ പറയുന്നത്. നമ്മുടെ മക്കള് ഓരോ ദിവസവും സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തൊക്കെയാണ് അവർ പഠിച്ചത്, ആരൊക്കെയാണ് അവരിന്ന് പെരുമാറിയത് എന്നതിനെ പറ്റിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ചോദിച്ചറിഞ്ഞിരിക്കണം. സ്കൂളിൽ നിന്ന് ആരെങ്കിലും പുറത്തുനിന്ന് വന്നിരുന്നോ, അവരെന്തെങ്കിലും പുതുതായിട്ട് നിങ്ങളെ പഠിപ്പിച്ചിരുന്നോ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അറിയണം. അതാണ് നമ്മുടെ മക്കളുമായിട്ട് ആ ഒരു നിരന്തര ബന്ധം നമ്മൾ പുലർത്തുകയാണെങ്കിൽ ഈ ലിബറലിസം എന്ന് പറയുന്ന പടുകുഴിയിലേക്ക് അവർ പോകുന്നതിന് മുമ്പ് തന്നെ അവരെ നമുക്ക് അതിൽ നിന്ന് തടഞ്ഞു നിർത്താൻ സാധിക്കും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ പറയേണ്ട കുട്ടികള് പൊതുവെ സംസ്കാര സമ്പന്നരാകുന്നത് അല്ലെങ്കിൽ കുട്ടികൾ ഒരു കാര്യം പഠിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന നസീഹത്തുകളുടെയോ നമ്മൾ കൊടുക്കുന്ന വർത്തമാനങ്ങളുടെയോ ഒന്നും ആയിരിക്കില്ല. നമ്മൾ പകർന്നു കൊടുക്കുന്ന മൂല്യങ്ങളാണ്, മീൻസ് നമ്മളുടെ പ്രവർത്തനങ്ങൾ നോക്കിയിട്ടായിരിക്കും ഒരു കുട്ടി ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുക. ആ കുട്ടി ഒരു വിഷയത്തെ പറ്റി മനസ്സിലാക്കുക. ചെറുപ്രായത്തിൽ തന്നെ ആ കുട്ടിക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ കുടുംബ സംവിധാനത്തെ തിട്ടപ്പെടുത്തുകയാണെങ്കിൽ വളരെ മനോഹരമായി ആ കുട്ടി നമ്മുടെ കുടുംബത്തെ മനസ്സിലാക്കും. അങ്ങനെ തീരുമാനമെടുക്കുന്ന കുട്ടി വളരെ മനോഹരമായി ആ കുടുംബ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകും. രാവിലെ അവൻ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന ഉമ്മയാനെയും ഉപ്പാനെയുമാണ് അവൻ കാണുന്നതെങ്കിൽ ഉപ്പാനോടൊപ്പം തഹജ്ജുദ് നിസ്കാരം ഉപ്പാനോടൊപ്പം സുബൈ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ നിസ്കാരക്കുപ്പായം ഇട്ട് സുബൈ നിസ്കരിക്കുന്ന അല്ലെങ്കിൽ ആ നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉമ്മാനെ കാണുന്ന ഒരു കുട്ടി, എന്റെ ഉമ്മ എന്തൊക്കെ തിരക്കുകൾ ഉണ്ടെങ്കിലും നിസ്കാരം ഒഴിവാക്കാറില്ല, എന്റെ ഉമ്മ എന്തൊക്കെ തിരക്കുകൾ ഉണ്ടെങ്കിലും ഖുർആൻ പാരായണം നിരന്തരം എല്ലാ ദിവസവും ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്, എന്റെ ഉപ്പ എന്നെ അതിയായി സ്നേഹിക്കുന്ന ആളാണ്, എന്റെ ഉപ്പ തിരക്കുകളൊക്കെയും ഉണ്ടെങ്കിലും ജമാഅത്തായിക്കൊണ്ട് തന്നെ പള്ളിയിൽ പോവുകയും സാധ്യമാകുന്ന രൂപത്തിലൊക്കെ എന്നെയും കൊണ്ടുപോവുകയും ചെയ്യുന്ന ആളാണ്, എന്റെ ഇക്കാക്കയും ഇത്താത്തയും ഒക്കെ ആ ഒരു അർത്ഥത്തിൽ എനിക്ക് വേണ്ട കാര്യങ്ങൾ പകർന്നു നൽകുന്ന ആളുകളാണ്, എന്റെ വല്യപ്പയും ഒക്കെ സഹാബികളുടെയും പ്രവാചകന്മാരുടെയും ഒക്കെ കഥകൾ പറഞ്ഞു തന്നുകൊണ്ടാണ് എന്നെ വളർത്തുന്നത്. ഈ നിലയിൽ വളർന്നു വരുന്ന ഒരു കുട്ടിയെ നമ്മൾ വലത് കൈയിൽ നമ്മൾ കിടക്കുമ്പോൾ വലത് കൈയിൽ നമ്മുടെ കുഞ്ഞിനെയും ഇടത് കൈയിൽ നമ്മുടെ പ്രിയപ്പെട്ടവളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രവാചകനെ പറ്റിയും ഇസ്ലാമിനെ പറ്റിയും അനുഗ്രഹങ്ങളെ പറ്റിയും സ്വർഗത്തെ പറ്റിയും ഒക്കെ നമ്മളൊന്ന് സംസാരിക്കണം. പൊതുവെ പറയാറുണ്ട്, മുല കൊടുക്കുന്ന പ്രായമാകുമ്പോൾ മുതൽ തന്നെ നമ്മൾ കുട്ടികളോട് സംസാരിക്കണം. പിതാക്കന്മാരാണെങ്കിൽ അവരെ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ മുതലേ അവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കണം. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ വിംബിക്കിട്ട് കൊടുത്തുകൊണ്ട് കുട്ടികളുടെ ഭാവനാതലത്തെയോ അവരുടെ നോളജിനെയോ നമ്മൾ ലിമിറ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. അതിനൊക്കപ്പുറം അവര്
ഒരു പ്രായം കഴിഞ്ഞാലും മനസ്സിലാക്കേണ്ടത് ദീനീ മൂല്യങ്ങളാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം ഒരു മനുഷ്യൻ ആർജിച്ചെടുക്കേണ്ട ഇൽമുകളുടെ അറിവുകളുടെയൊക്കെ അടിസ്ഥാനം ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഖുർആൻ പറയുന്നത്. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തലക്കെട്ടിന് കീഴിൽ നിന്നുകൊണ്ട് വേണം ഒരു മനുഷ്യൻ അവൻ ആർജിച്ചെടുക്കേണ്ട അറിവുകൾ രൂപപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ്. ആ അറിവുകൾ പകർന്നു കൊടുക്കുന്നതിൽ നമ്മൾ മുന്നിൽ നിൽക്കണം. അങ്ങനെ കണ്ടു വളർന്നു വരുന്ന ഒരു കുട്ടിക്ക് നമ്മൾ ഇസ്ലാമിന്റെ ധാർമ്മികതയോ ഇസ്ലാമിന്റെ സദാചാര മൂല്യങ്ങളോ വാല്യൂസോ ഒന്നും പ്രത്യേകം പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യം വരില്ല. ആ ഒരർത്ഥത്തില് അള്ളാഹുവിനെയും പ്രവാചകനെയും ഖുർആനെയും ഒക്കെ വളരെ കൃത്യമായി കൊണ്ട് നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുവാൻ, നമ്മുടെ മക്കളുമായി ബന്ധപ്പെടുന്ന മേഖലകളിൽ എവിടെയൊക്കെയാണ് നമുക്ക് പിഴവ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ, നമ്മുടെ ഭാര്യമാരോടും മാതാപിതാക്കളോടും ഒക്കെയും ഏറ്റവും നല്ല നിലയിൽ പെരുമാറുവാൻ, അത് നമ്മുടെ മക്കൾ കാണുന്ന രൂപത്തിൽ മാറ്റിയെടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അവൻ സുബ്ഹാനഹു വ തആല അവരർത്ഥത്തിൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.